സപ്ലൈകോ ചതിച്ചു. നെൽകർഷകരുടെ നെല്ല് ഏറ്റെടുക്കാൻ ആളില്ല. വണ്ടൂർ, ചാലിയാർ പഞ്ചായത്തുകളിലായി കിടന്ന് നശിക്കുന്നത് 50 ടണ്ണിലേറെ നെല്ല്. മുഖ്യമന്ത്രി, കൃഷിമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് കർഷകർ പറയുന്നു. ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മൂത്തേടം, എടക്കര, നിലമ്പൂർ. സപ്ലൈകോയിൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ അനുമതിയോടെ കൃഷി ചെയ്ത നെല്ലാണ് കർഷകരിൽ നിന്നും സംഭരിക്കാതെ കിടന്ന് നശിക്കുന്നതെന്ന് പരമ്പരാഗത നെൽകർഷകനായ ആലുങ്ങത്തിൽ സലാം പറയുന്നു. സപ്ലൈകോയെ വിശ്വസിച്ചാണ് 7 ഏക്കർ സ്ഥലത്ത് സലാം നെൽകൃഷി നടത്തിയത്. നല്ല വിളവും ലഭിച്ചു. 55 കിലോയുടെ 170 ചാക്കുകളിലായി നിറച്ച നെല്ലാണ് മൈലാടി റോഡരികിൽ കിടന്ന് നശിക്കുന്നത്. പ്ലാസ്റ്റിക് ടാർപ്പായകൾ കൊണ്ട് മൂടിയാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിലും എലികൾ ചാക്കുകൾ കീറി നെൽ നശിപ്പിക്കുകയാണ്. മന്ത്രിമാരായ PK ബഷീർ, AP അനിൽകുമാർ, നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് എന്നിവരെ നേരിൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാമെന്ന മറുപടിയല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ 8 വർഷമായിട്ട് നെല്ല് പാട്ട് കൃഷി ചെയ്യുന്ന കർഷകനാണ്. ഇത്രയും കാലം ഞങ്ങൾ നെല്ല് സപ്ലൈക്ക് കയറ്റാൻ നിന്നിട്ടില്ല. എന്നാൽ ഈ പ്രാവശ്യം സപ്ലൈക്ക് ഞങ്ങൾ ഭയങ്കര ചതിയാണ് ചെയ്തത്. എന്താ വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കിയ നെല്ല് വെറൈറ്റി വെച്ചാൽ നല്ല നെല്ല്, ഉൽപ്പാദന ശേഷിയുള്ളതും പിന്നെ പ്രതിരോധ ശക്തിയുള്ളതായ നെല്ലാണ് ഉണ്ടാക്കിയത്. നല്ല വിളവും കിട്ടി. പക്ഷേ സപ്ലൈക്ക് പറയുന്നത് മില്ലിയർ എടുക്കണ്ടേ, മില്ലിയർ സപ്ലൈ എടുക്കണ്ടേ, അങ്ങനെ ഞങ്ങൾ ആകെ ദുരിതം. ഇപ്പോൾ നെല്ല് ഇവിടെ കൊയ്തിട്ടിട്ട് 3 മാസത്തോളമായി. പിന്നെ സ്ഥലം MLA-നേറ്റും നിലമ്പൂർ MLA, വണ്ടൂർ MLA-റ്റും വണ്ടൂർ ഇതുപോലെ കൃഷി ചെയ്ത കർഷകരുണ്ട്. അവരിതേ കഷ്ടപ്പാടാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇനി ആരോട് സങ്കടം, മുഖ്യമന്ത്രിക്ക് കത്തയച്ചു, അതിന് മറുപടി കിട്ടിയിട്ടില്ല. മന്ത്രിമാർക്ക് നിവേദനമായിട്ട് കൊടുത്തു, അതിന് നമുക്കില്ല. ഇനി ഞങ്ങൾ ആർക്കാ കൊടുക്കേണ്ടി വരുന്നില്ലതാണ് നമുക്ക് പിന്നെ മേലധികാരികൾ ഉണർത്തേണ്ടത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒക്കെ കൊടുത്തപ്പോൾ പരിഗണിക്കാൻ പിന്നെ ബഷീർ മന്ത്രിക്ക് കൊടുത്തു. അടുത്ത് കയറ്റി പോകുന്നു പറഞ്ഞു. അത് പറഞ്ഞിട്ട് 10 ദിവസമായി. കഴിഞ്ഞ ആരോടത് പറയേണ്ടതില്ല. ഇനിയിപ്പോൾ പട്ടാമ്പരോട് പറയാനുള്ളൂ, അല്ല ഇനിയിപ്പോൾ വേറെ ദൈവങ്ങളില്ല. കാരണം ഭരണാധികാരികളാണ് ഇത് ചെയ്യേണ്ടത്. ഭരണാധികാരികൾക്ക് ഇത് കർഷകരെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പറ്റി ജനങ്ങൾ വോട്ട് വാങ്ങിപ്പോയാണ്ട് അവിടെ അധികാരം ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കാല്ലേ. കാരണം നമ്മൾ അവർക്ക് വോട്ട് പിടിക്കാൻ നമ്മുടെ ആകുമ്പോൾ വോട്ട് പിടിക്കാം. പക്ഷെ നമ്മുടെ കാര്യം പറയുമ്പോൾ ഭരണാധികാരികളൊന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് തക്കതായ ഇത് വേണം. കഴിഞ്ഞ ആഴ്ച 10 ദിവസം മുമ്പ് പിന്നെ കൃഷി ഓഫീസറും മലപ്പുറം ജില്ലാ ഓഫീസറും തിരുവനന്തപുരത്ത് പോയി. അവരോടും പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാവുന്ന പറഞ്ഞു. ആ 2 ദിവസം കഴിഞ്ഞപ്പോൾ 10 ദിവസമായി. ഇതുവരെ നമുക്ക് പ്രതികരണമില്ല. ഇനി ആരോടെ കാണേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് പറഞ്ഞു തന്നാൽ തിരക്കില്ല. എന്നാൽ അവരുടെ ഏറ്റവും മുട്ടായിരുന്നു. 3 മാസമായി നെല്ല് വിൽക്കാൻ കഴിയാതെ നശിക്കുകയാണ്. കർഷകരുടെ വോട്ട് വേണം, പക്ഷേ കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സമയമില്ലെന്നും ഈ കർഷകൻ പറയുന്നു. നെല്ല് എലിയൊക്കെ വെട്ടി കേടി വന്ന് പോവുകയാണ്. ഞങ്ങൾ താപ്പായിട്ട് എവിടേക്ക് മാറ്റിയിടും. ഇത്രയും നെല്ല് എവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്യും? സ്റ്റോക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു വീട് റൂം എടുക്കുകയാണെങ്കിൽ മാസം 5000 രൂപ എടുക്കണം. ഇതിപ്പോൾ 3 മാസത്തിൽ എത്ര പണിയാവും? ഇതിപ്പോൾ എന്താ കിട്ടാമെന്ന് കർഷകനൊന്നും കിട്ടുന്നില്ലല്ലോ. കർഷകനൊന്നും അധ്വാനമാണ്. പിന്നെ എന്താ വെച്ചാൽ പാരമ്പര്യമായിട്ട് കൊണ്ടുപോകുന്ന കൃഷി നിലനിൽക്കാണ് ഞങ്ങൾ കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് പാട്ടത്തിനെടുത്ത ഭൂമിയാണ്. പാട്ടക്കാരിപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ബാങ്കിന് ലോൺ തവാറുണ്ട്. അപ്പോൾ ബാങ്കിന് വർഷത്തിനുള്ളിൽ അടച്ചാൽ മതി. കാർഷിക ലോൺ 4% പലിശ എടുത്താണ്. അവർക്ക് 6 മാസം കഴിഞ്ഞാൽ അവർക്ക് അടക്കണം. പക്ഷേ ഇപ്പോൾ പാട്ടകർഷകരോട് പറഞ്ഞു, അവർ പറഞ്ഞു നിങ്ങൾ കൊയ്ത്ത് നെല്ല് കൊയ്ത്ത് കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് എന്താ തരാത്തത്? ഈ പാടത്തിങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഇപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ കുറഞ്ഞ സമാധാനത്തിൽ നിൽക്കുകയാണ്. പക്ഷെ അതും അവർക്ക് നമ്മൾ ഡിമാൻഡ് പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് തരാമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ 1-ാം വിള അങ്ങനെ എടുക്കുന്നില്ല. 2-ാം വിള നിങ്ങൾ പോകുന്നില്ലെങ്കിൽ പിന്നെ 1-ാം വിള എങ്ങനെ എടുത്തു പോകുന്നില്ലാണ്. അതുകൊണ്ട് ഞങ്ങൾ കൃഷി പിന്നോട്ടടിക്കാനുള്ള തീരുമാനത്തിലാണ് കർഷകർ. സപ്ലൈകോയുടെ സമ്മതത്തോടെ വൈറ്റ് ഗ്രേയിൽ 055 നെല്ലാണ് കൃഷി ചെയ്തത്. സപ്ലൈകോ മില്ലുകൾക്ക് കൊടുക്കാൻ പറയുന്നു. മില്ലുകൾ വെള്ളരിയുടെ നെല്ല് വേണ്ടെന്ന് പറയുന്നു. കർഷകർ എന്തു ചെയ്യുമെന്നും ബാങ്ക് വായ്പ എടുത്താണ് കൃഷി ഇറക്കിയത്. പാട്ടത്തുകയായ 55,000 രൂപ പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സലാം പറയുന്നു. നെൽകൃഷി ഇതോടെ ഉപേക്ഷിക്കുകയാണെന്നും ഈ കർഷകൻ കണ്ണീരോടെ പറയുന്നുണ്ട്. A+ വിഷൻ, ചാലിയാർ. +2 കഴിഞ്ഞില്ലേ? ഇനി ഡിഗ്രിക്ക് എവിടെ ജോയിൻ ചെയ്യും? നമ്മുടെ തൊട്ടടുത്ത് ഇത്ര നല്ലൊരു ക്യാമ്പസ് ഉള്ളപ്പോൾ ഈ കൺഫ്യൂഷൻ എന്തിനാ? അതെ, ഫാത്തിമ തന്നെ. We provide BSc and BA in 4 disciplines. BCom in 3 disciplines, AICTE approved, BBA and Bachelor of Travel and Management with several industry relevant add-on courses. College location എടക്കര കരുളായി റോഡിൽ മൂത്തെടുത്താണ്. അപ്പോൾ എങ്ങനെ ഫാത്തിമ ഫിക്സ് ആക്കുവല്ലേ? At Fatima, we don't just reach, we inspire. Fatima Arts and Science College, മൂത്തേടം, എടക്കര, നിലമ്പൂർ.